ഈ പറയുന്ന ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയതയാണെന്ന് ആര് പറഞ്ഞാലും, അല്ലെങ്കിൽ മലപ്പുറത്തെ ഈ പ്രശ്നമെന്നൊക്കെ ആര് പറഞ്ഞാലും അവിടുത്തുകാർക്ക് എന്താണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥി പറയുന്നത് അങ്ങനെയൊന്നും ഒരു നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. ശ്രീകുമാർ, അല്ല, മലപ്പുറത്ത് മതരാഷ്ട്രീയക്കാർ മലപ്പുറത്തെ ഇവിടുത്തെ മാനവികതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ മതരാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമാണ് ഞങ്ങളുടെ പോരാട്ടം, മതത്തിനെതിരായിട്ടല്ല. ആ മതരാഷ്ട്രീയക്കാരിൽ RSS ഉണ്ട്, മതരാഷ്ട്രീയക്കാരിൽ ജമായത്തെ ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, ഇവിടുത്തെ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരെല്ലാം മതരാഷ്ട്രീയക്കാരാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം മറ്റൊന്നാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് RSSന് മുൻപ് തന്നെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മലപ്പുറത്തിന് എതിരായിട്ടുള്ള സമരം ആര്യാടൻ മുഹമ്മദ് നടത്തി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടെ, എന്താ അദ്ദേഹം പറയുന്നത്? പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണ്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിന് ഞാൻ പിന്തുണയ്ക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം, കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തത് 2014 സെപ്റ്റംബർ മാസത്തിലാണ്. 2016 സെപ്റ്റംബറിൽ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ ഒറ്റത്തവണയായി ഓരോരുത്തരുടെ കയ്യിലും കിട്ടിയത്. അന്ന് കിട്ടിയ തുകയാണ് 14,800 രൂപ ഒരാൾക്ക്. കുറച്ച് പേർക്കൊന്നുമല്ല കൊടുത്തത് കേട്ടോ. എന്താ 2016 സെപ്റ്റംബറിൻ്റെ പ്രത്യേകത? 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക. അന്ന് 6,000 രൂപയുണ്ട്, 600 രൂപയുണ്ടായിരുന്നത്. 18 × 600 എന്ന് പറഞ്ഞാൽ 10,800 രൂപ. LDF സർക്കാർ അപ്പം തന്നെ 1,000 രൂപയായിട്ട് കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 4 മാസം. ഈ 4 മാസത്തെ തുക കണക്കാക്കി പിറ്റേ വരുന്ന സെപ്റ്റംബർ മാസം 14,800 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ കൊടുക്കുകയോ സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിക്കുകയോ ചെയ്തു. ഏത് തെരഞ്ഞെടുപ്പ് കരുതിയിട്ടാണ് കേരളത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 4 മാസത്തിനകം ഇത്രയും വലിയ തുക കൊടുത്തത്? അതുകൊണ്ട് VD സതീശൻ ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. സതീശൻ മനസ്സിലാക്കണം, 14,800 രൂപ ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്തത് കൈക്കൂലിയായിരുന്നു. കൊടുക്കാൻ ഇടവന്നത് ഉമ്മൻചാണ്ടിയുടെ 18 മാസത്തെ കുടിശ്ശികയാണ്. അല്ല, തീർന്നില്ല കേട്ടോ. ഇപ്പൊ ഈ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു വാക്കൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇപ്പൊ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടുണ്ടോ? ഉണ്ട്. 24 മാസമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് തരേണ്ട പെൻഷന്റെ 200-500 രൂപയുള്ള വിഹിതം തരുന്നില്ല. VD സതീശനോ KC വേണുഗോപാലോ നരേന്ദ്രമോദിയോട് ചോദിച്ചോ? ഇതെല്ലാം കേരളത്തിലെ LDFന്റെ കുറ്റമാണെന്ന് പറയുന്നത് BJP രക്ഷാപ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ BJPയെ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് മലപ്പുറത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത യോഗ്യനാണ്. ആ പരമയോഗ്യൻ നരേന്ദ്രമോദി കേരളത്തിന് പണം നിഷേധിക്കുന്നു എന്ന വസ്തുത പറയുന്നില്ല. നെല്ലുവില കൊടുക്കാൻ പറ്റാത്തത് 1000 കോടി കേന്ദ്രം തരാനുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ആരോഗ്യ മേഖലയെ കേന്ദ്രം തരാനുള്ള കോടികൾ എത്ര, വിദ്യാഭ്യാസ മേഖല തരാനുള്ള കോടികൾ എത്ര? ഇവർക്ക് ആർക്കെങ്കിലും ഛേദമുണ്ടോ? ഞാൻ ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വരി, നരേന്ദ്രമോദി കേരളത്തിനെതിരായി ചെയ്ത ഈ അവഗണനാപൂർണമായ ഏറ്റവും വലിയ ധിക്കാരപരമായ കേരള വിരുദ്ധ പ്രവർത്തനത്തെ നിങ്ങൾ ഒരു വരി കൊണ്ട് പോലും പ്രതിഷേധിച്ചോ? നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഈ മലപ്പുറത്ത് തോൽക്കേണ്ടത് നരേന്ദ്രമോദിക്ക് വേണ്ടി 5% വോട്ടുമായിട്ട് ഇപ്പോൾ ഒരാളെ കൊണ്ട് നിർത്തിക്കിട്ടുണ്ട്. അതൊന്നും ഒരു സ്ഥാനാർത്ഥിയല്ല. യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDFകാരാണ്. കേന്ദ്രത്തെ രക്ഷിക്കാൻ നിൽക്കുന്ന UDFകാരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥികൾ. അവർക്കെതിരായിട്ടാണ് UDF എന്ന് പറയുന്നത്. UDFും അതുപോലെ തന്നെ BJPയും ചേർന്ന ഒരു രാഷ്ട്രീയ ഐക്യമാണ്. അതിനെയാണ് ഞങ്ങൾ പൊളിക്കാൻ പോകുന്നത്. നല്ല രാഷ്ട്രീയ ചർച്ചകൾ നടക്കട്ടെ. അതിനകത്ത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കിട്ടാതിരുന്നോ, അത് വൈകിയോ, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പല ഹെഡിലുള്ളതായതുകൊണ്ടാണോ ലേറ്റായത്, അതോ 18 മാസമാണോ, അതിൽ കുറവാണോ എന്ന സഭാരേഖകൾ ഒക്കെ വെച്ച് നല്ല ചർച്ച നടക്കട്ടെ. പക്ഷേ നവാസ്, ഞാൻ താങ്കളോട് ചോദിച്ച ആദ്യ ചോദ്യം, ഈ പറയുന്നത് മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് ആര് പറഞ്ഞാലും, മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചാണെന്ന് ആര് പറഞ്ഞാലും, ഇനി ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി പറഞ്ഞതാണെങ്കിലും, മലപ്പുറത്തുകാർക്കറിയാമല്ലോ ആ നാട് അങ്ങനല്ലെന്ന്. മലപ്പുറത്തുകാർക്കറിയാമല്ലോ ആ പറയുന്നതൊക്കെ വ്യാജവും കള്ളവുമാണെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറയുമോ അത് നല്ല മനോഹരമായ സ്ഥലമാണെന്ന് പറയുമോ? CPK നവാസ്, അപ്പം ആ വാദങ്ങളുടെയൊക്കെ ആയുസ് അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാ. തീർച്ചയായും അശ്വി,
താങ്കൾ പറഞ്ഞ പോലെ മലപ്പുറത്തുകാരനെന്ന രീതിയിൽ താങ്കൾ പറഞ്ഞ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ അതിന് അത്ര ആയുസുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ ജില്ലക്കാരല്ലാത്ത പല ആളുകളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ആശ്മി തന്നെ പറഞ്ഞു, എൻ്റെ പാനലിസ്റ്റ് സുഹൃത്തായിട്ടുള്ള അനിൽകുമാർ അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. അദ്ദേഹം അത് തിരുത്തിയില്ലല്ലോ. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്, മലപ്പുറം ജില്ല എന്ന് പേര് പരാമർശമാണ്. ആശ്മിക്ക് തെറ്റിപ്പോയതായിരിക്കാം. ഞാനത് വിടുകയാണ്. അദ്ദേഹം അത് നിരാകരിക്കുക പോലും ചെയ്യാത്ത വീഡിയോ പുറത്തു. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ട് പോവാം. മരുന്നയുടെ കയ്യിൽ വെക്കുക. താങ്കളുടെ സമയത്ത് പറഞ്ഞു വലിയ ഡോക്ടർ ആവുന്നേ ഞങ്ങളെ പണി കഴിയട്ടെ. എല്ലാ പണിയും ഒരുമിച്ചെടുക്കല്ലേ? അല്ല, എല്ലാവരും ഒരുമിച്ചെടുക്കല്ലേ? ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസരത്തിൽ എല്ലാ അവസരത്തിൽ കയറി കളിക്കണ്ടേ? എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഹാഷ്മി എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ലേ? നിങ്ങളുടെ ഔദാര്യം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു കാര്യത്തിന് ഒരു കാര്യത്തിന് വെല്ലുവിളിക്കുന്നത്രേ ഉള്ളൂ. എന്റെ പ്രസംഗം എന്ന് പറയുന്നത് 45 മിനിറ്റ് ഉണ്ട്. 40 പറയാം. RSSന്റെ വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, യുക്തിവാദം പ്രചരിപ്പിക്കുന്ന രവിചന്ദ്രന്റെ വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, എന്താണ് നമ്മുടെ നാട്ടിനകത്ത് മനുഷ്യർ വരുത്തുന്ന മാറ്റം, രാഷ്ട്രീയം വരുത്തുന്ന മാറ്റമെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. 45 മിനിറ്റിന്റെ ഒരു പ്രസംഗത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും വരികൾ വെട്ടിമാറ്റിയിട്ട് അരവരി വർത്താനം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് എഴുന്നള്ളിക്കാൻ വന്നാൽ അത് കൈവച്ചാൽ മതി. അതുകൊണ്ട് വെക്കുകയാണ് 45 മരുന്നുമായിട്ട് വന്ന ഡോക്ടർ ഇതാണോ പറയാനുള്ളത്? നിങ്ങളുടെ തുണ്ട് വേണ്ട, നിങ്ങളുടെ തുണ്ട് അത് ഇതാണോ താങ്കൾ പറയാൻ കുമാർ പറയുന്നതോട് എനിക്ക് യോജിപ്പ്. ഞാൻ പ്രസംഗം കേട്ട ആളാണ്. പക്ഷെ അങ്ങയുടെ പാർട്ടി അങ്ങേ തിരുത്തി. അങ്ങ് അതിൽ പാർട്ടിയുടെ നിലപാടാണ് ശരിയെന്ന് അങ്ങ് പറഞ്ഞു. അവിടെയാണ് എന്റെ വാദം. അത് എൻ്റെ നിലപാട് എന്തായിരുന്നു അത് ഞാൻ പറയാം. ആ രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദികൾ ഉന്നയിച്ച വേദിയിൽ ഒരു വിഷയം ഉയർന്നു വന്നു. എന്തായിരുന്നു അവരുയർത്തിയ വിഷയം? ഇവിടെ മതത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുപോകുന്ന വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ മതസംഘടനകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആളുകളെ തട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് എന്ന് ഒരു വാദം ഉന്നയിച്ചപ്പോൾ ഉന്നയിച്ച വാദത്തിന് മറുപടി പറഞ്ഞതാണ്. അതാണ് പ്രശ്നം. അവിടെ വന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ആ പ്രസംഗത്തിൽ കെ അനിൽകുമാർ RSSന്റെ പറഞ്ഞില്ലെന്ന് പറയരുത്. രൂക്ഷമായ വിമർശനങ്ങൾ RSSനെയും പറഞ്ഞാണ് കെ അനിൽകുമാർ ആ പ്രസംഗത്തിൽ. ഞാൻ കേട്ട പ്രസംഗം അതുകൊണ്ടാണ് 100% RSSനെ പറഞ്ഞില്ലെന്നല്ലോ ഞാൻ പറഞ്ഞത്. ആശ്മി 2 ഭാഗം ബാലൻസ് ചെയ്യല്ലേ? ഞാൻ RSSനെ പറഞ്ഞില്ലെന്നല്ലോ പറഞ്ഞത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞു വെച്ചെടുത്തിരുന്ന അദ്ദേഹം തുടർന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ആ വീഡിയോ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ എന്താ? അങ്ങനെ മതവാദികൾക്ക് മതസംഘടനകൾക്ക് ഞങ്ങൾ കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല. മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത പങ്കിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണി മലപ്പുറത്തെ കുട്ടികളെ തട്ടമഴിപ്പിക്കലാണ്. ആ പണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജില്ലയിലെ കുട്ടികളുടെ തട്ടമഴിപ്പിക്കലാണ്. അത് വിട്ടേക്ക്. നാവുണ്ടായില്ലല്ലോ. താങ്കൾ അന്ന് പറഞ്ഞ എന്താണ് എന്താണെന്ന് എനിക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബൈറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ അതിൽ നിൽക്കണ്ട. നവാസ് പറഞ്ഞ് പൂർത്തിയാക്കും. ഇദ്ദേഹം പറയുന്ന പച്ച നുണയല്ലേ? ഇങ്ങനൊരു വാചകമല്ലല്ലോ ഇവിടെ ഉണ്ടായത്. അവിടെ പറഞ്ഞ മറുപടി നവാസ് പറയൂ.
അതെ, അതുകൊണ്ട് കൃഷ്ണരാജ് വക്കീല് ഇനി അടുത്ത ആഷ്മി എന്റെ സമയമാണ് ഈ കവർന്നെടുത്തോണ്ടിരിക്കുന്നത്. വക്കീല് കൊടുത്തുവിട്ട കടലാസുമായിട്ട് എന്റെ സമയം എനിക്ക് അനുവദിച്ചു തരും. താങ്കളുടെ കയ്യിൽ ബൈക്ക് ഉണ്ടെങ്കിൽ താങ്കൾ കേൾപ്പിക്കേണ്ടതില്ല. നവാസിനോടാ പറയണത്. ഞാൻ കേൾപ്പിക്കാം. എന്റെ പൊതു ഞാൻ താങ്കൾ പറഞ്ഞ കൃത്യം വരികൾ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് നവാസ് പറഞ്ഞ് പൂർത്തിയാക്കും. കൃഷ്ണരാജ് വക്കീലിന്റെ കാര്യം വെച്ചാൽ മതി. എന്റെ സമയം ഞാൻ പറയട്ടെ. RSSകാരനായ കൃഷ്ണരാജ് വക്കീൽ ഞാൻ പറയട്ടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ ആഷ്മി ഞാൻ പറയാം. ഒന്ന് ഞാൻ ആദ്യം ആ ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മതിയല്ലോ, അത് അദ്ദേഹം പറഞ്ഞല്ലെന്ന് അദ്ദേഹം പറയില്ലല്ലോ അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതറിയോ? ഇയാളൊന്ന് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇയാളെ CPM പാർട്ടി സമ്മേളനം ചാനൽ ചർച്ചയല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കുന്നേ. ആൾക്കാർക്ക് ബോധ്യമായി. താങ്കൾ പറഞ്ഞ എന്താണ് ആൾക്കാർക്ക് ബോധ്യമായി. നവാസ് പറഞ്ഞ് പൂർത്തിയാക്കും. ഞാനൊന്ന് പറയട്ടെ. ഇനി ആഷ്മി ഞാൻ പറയാം. ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പോ 10 മാസത്തെ പെൻഷൻ ഞങ്ങൾ UDF ഗവൺമെന്റ് കാലത്ത് കൊടുക്കാണ്ട് ഞാൻ ആഷ്മിയുടെ വാട്സപ്പിലേക്ക് ഒരു നിയമസഭാ ചോദ്യം അയച്ചിട്ടുണ്ട്. ആഷ്മി അതൊന്ന് കാണും. അതില് ഇവിടെ മത്സരിക്കുന്ന സ്വരാജ് 2017 26 തീയതി 4-ാം മാസം നക്ഷത്ര ചോദ്യമിട്ട ചിഹ്നം 371. സ്വരാജിന്റെ ചോദ്യമാണ്, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു? ഉത്തരം പറയാണ് സഖാവ് തോമസ് ഐസക്കിന്റെ ഉത്തരമാണ്, ധനകാര്യ വകുപ്പ്. അദ്ദേഹം പറയാണ്, ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ എത്ര മാസം? 2014 നവംബർ, അത് കഴിഞ്ഞാൽ ഡിസംബർ, അത് കഴിഞ്ഞാൽ ജനുവരി. 3 മാസത്തെ പൈസ ഉള്ളൂ എന്ന് നിങ്ങളുടെ കാൻഡിഡേറ്റ് നിയമസഭാംഗമായിരിക്കുന്ന സമയത്ത് 2017 4-ാം മാസം 26-ാം തീയതി നിങ്ങളുടെ മന്ത്രി തോമസ് ഐസക്കിന് നിയമസഭയിൽ കൊടുത്ത ചോദ്യവും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ രേഖ ഞാൻ ആഷ്മിയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് അനിൽകുമാറിന് അയച്ചു കൊടുക്കണം. ഏകപക്ഷീയമായി ഇങ്ങനെ കളവ് പറഞ്ഞു പോകുമ്പോ അതൊന്ന് അയച്ചു കൊടുക്കണം. ഈ സർക്കാർ എത്ര മാസം ക്യാമ്പ് പെൻഷൻ വിതരണം നടത്തി? ഇതിലെ പ്രശ്നം കാലാകാലങ്ങളായുള്ള തർക്ക വിഷയമാണ്. താങ്കൾ ഈ പറയുന്ന ചോദ്യമുണ്ട്, 18 മാസം എന്ന് പറയുന്ന വേറൊരു നിയമസഭാ രേഖയുണ്ട്. ഇതാണ് കൺഫ്യൂഷൻ. അത് കാരണം എന്താണെന്ന് അറിയോ? എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല ഹെഡുകളിലായിരുന്നു. അതായിരുന്നു പ്രശ്നം. അതിന്റെ യഥാർത്ഥ പ്രശ്നം അതാ. അപ്പോൾ ആയിരുന്നു. ആ ഹെഡുകളെ കുറിച്ച് കൃത്യമായി ഇവിടെ പറയുന്നുണ്ടെന്നേ. വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ. ഏതാ ഇവിടെ പറയാത്തത്? നിങ്ങളത് പൂർണ്ണമായി വായിക്ക്. തോമസ് ഐസക് കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി അല്ലേ അനിൽകുമാർ എടുക്കേണ്ടത്? ഇനി മറ്റെന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അനിൽകുമാർ കാണിക്കട്ടെ. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പോ അനിൽകുമാർ പറഞ്ഞ ഹിന്ദു ദിനപത്രത്തിൽ അങ്ങനെ പറഞ്ഞത് എന്തിനാ മുസ്ലിം ലീഗ് ഇളകുന്നത്? എന്തിനാ മലപ്പുറത്തുകാരുടെ വികാരം പൊട്ടിപ്പറപ്പുന്നത്? ഞാനൊന്ന് പറയട്ടെ, മലപ്പുറം ജില്ലക്കാർ മാത്രമാണോ എയർപോർട്ടിലൂടെ ഈ പണം കൊണ്ടുവന്നത്, ഈ ഗോൾഡ് കൊണ്ടുവന്നത്? ഈ ചോദ്യമാണ് സാർ ഇത്രയും കാലം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ ചോദിക്കണം, മലപ്പുറത്തുകാരാണോ? അല്ല. മലപ്പുറത്ത് ജില്ലക്കാർ മാത്രമാണോ? അല്ല. ഇതന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറത്തുകാരല്ല. അത് അങ്ങ് പറയേണ്ടത് ഈ ചാനൽ ചർച്ച ചെയ്തിട്ടല്ല. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ക്ലിപ്പ് ഹൗസിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടാവും. മുഖാമുഖം ഇരുത്തിയിട്ട് പറയണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ആ ലേഖനത്തിൽ പറഞ്ഞത് തെറ്റാണ്, അത് മലപ്പുറത്തുകാരല്ല, 5 ജില്ലകളിലെ ആളുകൾ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് എന്നൊരു വാചകം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ അത് മലപ്പുറത്തിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് പറയാതിരുന്ന ഞങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഞങ്ങളോട് ചോദിക്കുക മലപ്പുറത്തുകാരാണോ? അല്ലെന്ന് ഞങ്ങൾ 1000 തവണ പറഞ്ഞതല്ലേ. അത് തിരിയാത്ത ഒരാൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത്. അനിൽകുമാർ ചാനൽ ചർച്ച ചെയ്തിട്ട് വെറുതെ വർത്തമാനം പറയല്ല. ആദ്യം സ്വന്തം മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ലവ് ജിഹാദ്. ആ ലവ് ജിഹാദിനെ ദേശീയ തലത്തിൽ തന്നെ BJP ഉപയോഗിച്ചില്ലേ? ലവ് ജിഹാദിന്റെ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് രാജ്യത്തിന്റെ കോടതി പോലും പറഞ്ഞപ്പോ നിങ്ങളതൊക്കെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ RSSകാരൻ അജണ്ടയാക്കി ഇവിടുത്തെ പാപ്പൻ ന്യൂനപക്ഷത്തിന്റെ പേരിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന പോലെ നിങ്ങൾ ഇത് മടക്കി വെച്ച് പോയി. ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക ഇത് മലപ്പുറം ജില്ലയാണോ? അത് ഞങ്ങളുടെ ചോദ്യമാണ് സാർ. ഞങ്ങളുടെ ചോദ്യം എടുത്തല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രി തരാത്തതാ ഞങ്ങളുടെ പ്രശ്നം. അല്ലാതെ ചാനൽ മുറിൽ വന്നിരുന്ന ആ ചോദ്യങ്ങൾ റിവൈസ് അടിക്കല്ല. ഇനി താങ്കൾ പറഞ്ഞല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിൽ ഞങ്ങൾ വലിയ ത്യാഗനിർഭരമായ പങ്ക് വഹിച്ചുവെന്ന്. എന്ത് പങ്കാണ് നിങ്ങൾക്കുള്ളത്? EMS നമ്പൂതിരിപ്പാട് എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന പുസ്തകം വായിക്കും നിങ്ങൾ. ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, പാവപ്പെട്ട CH മുഹമ്മദ് കോയ ഉൾപ്പെടെ
അദ്ദേഹത്തിന് ഇടപെടൽ കൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത നിർബന്ധാവസ്ഥയിലാണ് ഞങ്ങളത് നൽകിയത് എന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ? CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവചരിത്ര പുസ്തകത്തിനകത്ത് അത് എങ്ങനെ നേടിയെടുത്തു എന്ന് പറയുന്നില്ലേ? അത് മാത്രമാണോ? മാതൃഭൂമിയുടെ ലേഖിക ശ്രീ ഗീത അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന റവന്യൂ മന്ത്രിയോട് അഭിമുഖം നടത്തിയിട്ട് ചോദിക്കുന്നില്ലേ? ആ അഭിമുഖത്തിന്റെ ആദ്യത്തെ ചോദ്യം താങ്കൾ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന ജില്ല രൂപീകരിച്ചെന്ന ചോദ്യത്തിന് അവർ വിശദമായി മാതൃഭൂമിയിൽ കൊടുത്ത മറുപടിക്ക് ആദ്യം പറയുന്ന വാചകം എന്താണെന്നറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അതിനെതിരായിരുന്നു. സഖാവ് EMS ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് കൊടുത്ത ഉറപ്പ് വിഷമവൃത്തത്തിലായിരുന്നുവെന്ന് അദ്ദേഹം മാതൃഭൂമി കൊടുത്ത അഭിമുഖത്തിൽ ആ കാലത്തിലെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വിഡിത്തം എന്ന് വിളിച്ച് പറയല്ല, അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ നിങ്ങൾക്ക് തീവ്രവാദികൾ, ഈ ജില്ല തീവ്രവാദികൾ, തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ജില്ല നിങ്ങൾക്ക് നല്ല ആളുകൾ, അങ്ങനെ വാദം ഉന്നയിക്കണ്ട. ഞങ്ങൾ പ്രാദേശികവാദം ഉന്നയിക്കല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ സാധ്യമാകില്ല. ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ +1 സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടല്ലോ. റിസൾട്ട് വന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇപ്പോഴും ഈ ജില്ലയിലെ ഈ മലബാറിലെ 1 ലക്ഷം പേര് പുറത്താണ്. എത്ര കാലമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു? കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളല്ലേ ഭരിക്കുന്നത്. ഒരു പുതിയ ബാച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? എല്ലാ കൊല്ലവും ഞങ്ങൾ തല്ലുകൊള്ളണം, തലപൊട്ടിക്കണം, ഞങ്ങൾ ജയിലിൽ പോകണം, എന്നിട്ട് ഔദാര്യം പോലെ കുറച്ച് സീറ്റുകൾ തരും. നിങ്ങൾ എല്ലാ കാലത്തും ഈ ജില്ലയോടും ഈ പ്രദേശത്തോടും ഇങ്ങനെ അവഗണനയെ കാണിച്ചുള്ളൂ. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ വോട്ട് ചോദിച്ചു വരുമ്പോ നാണമുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നിലമ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റ് കൊടുക്കും. ഒരു കാര്യം ചർച്ചയിൽ ഒരാൾ കൂടിയുണ്ട്. ഇല്ല, ഒറ്റ താങ്കളുടെ ആവശ്യത്തിൽ പറയൂ. താങ്കളുടെ ആവശ്യത്തിൽ പറയൂ. ചോദിക്കൂ. അല്ല, ഹാഷ്മിയോട് എന്റെ ചോദ്യം. അല്ല, ഹാഷ്മിയോട് എന്റെ ചോദ്യം. ഒരാൾക്ക് ഇങ്ങനെ അവസരം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് അവസരം. താങ്കളുടെ സമയത്ത് സംസാരിക്കൂ. താങ്കളുടെ സമയത്ത് സംസാരിക്കൂ. താങ്കളുടെ സമയത്ത് സംസാരിക്കും. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാതിരുന്നത് ചോദ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. നവാസ് ചോദ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. ചർച്ച പൂർത്തിയാണ്. ഞങ്ങൾക്ക്